السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. കുടുംബാസൂത്രണത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരോഗ്യകരമായ രീതിയിൽ ഗർഭധാരണം നടത്താനും തങ്ങളുടെ സമ്പത്തിനനുസരിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പരിമിതപ്പെടുത്താനും അതുപോലെ തന്നെ ജനപ്പെരുപ്പം കുറക്കാനും ഒക്കെയുള്ള ക്രമീകരണത്തെയാണ് പൊതുവെ സമൂഹത്തിൽ കുടുംബാസൂത്രണം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അതിനായിട്ട് സമൂഹത്തിൽ ഇന്ന് നിരവധി മെത്തേഡുകൾ ഇന്ന് ഉപയോഗിച്ചു പോരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നാച്ചുറൽ മെത്തേഡുകളുണ്ട്, ഹോർമോൺ മെത്തേഡുകളുണ്ട്, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഇതിനെ ഇല്ലാതാക്കുന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലോകാടിസ്ഥാനത്തിൽ തന്നെ സെപ്റ്റംബർ 26 ലോക കുടുംബാസൂത്രണ ദിനമായിട്ട് തന്നെ ഇന്ന് ആചരിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ കുടുംബാസൂത്രണത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കാറുള്ളത്. 1952 ഇന്ത്യയിലേക്ക് ഫാമിലി പ്ലാനിംഗ് എന്ന ഈ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അന്ന് പ്രധാനമായിട്ടും ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത് ഫെർട്ടിലിറ്റി നിരക്ക് കുറക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക വികസനം, അതുപോലെ ജനപ്പെരുപ്പത്തെ മന്ദീകരിപ്പിക്കുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളാണ് അന്നവർ മുന്നോട്ട് വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ ഏത് രീതിയിലുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള നിയമസാധുത ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് അവൈലബിൾ ആണ്. ലോകാടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സർക്കാർ പല വികസിത രാജ്യങ്ങളിലും ഇത്തരം കുടുംബാസൂത്രണത്തെ മാർഗങ്ങൾ സ്കൂൾ പാഠ്യ പദ്ധതിയായിട്ട് തന്നെ ആവിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ ഒരു ലക്ഷ്യങ്ങളായിട്ട് കാണുന്നത് മലിനീകരണം, അതുപോലെ തന്നെ ദാരിദ്ര്യവും അവശ്യ വസ്തുക്കളുടെ കുറവും തൊഴിലില്ലായ്മയും ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോവാനാണ് പലപ്പോഴും അവർ ഈ ഒരു ആശയത്തെ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഇതിന്റെ വക്താക്കളായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത്. എന്നാൽ അവരർത്ഥത്തിൽ ഒരു രാഷ്ട്രക്ഷേമ പ്രവർത്തനമായിട്ട് തന്നെ അവർ അതിനെ അവതരിപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളായാലും മറ്റു പ്രവർത്തകരായാലും ഇവിടെ ലക്ഷ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യങ്ങൾക്കപ്പുറത്ത് അവരുടെ വേശ്യപ്രവർത്തനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുക എന്നതിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പരിപൂർണമാണ്. ഒരു മുസൽമാന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇസ്ലാമിൽ അതിൻ്റെ വിധിവിലക്കുകൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് ലഭ്യവുമാണ്. ആ ഒരു അർത്ഥത്തിൽ എന്താണ് കുടുംബാസൂത്രണത്തെ ഇസ്ലാമിലെ വിധിവിലക്കുകൾ എങ്ങനെയാണ് കാണുന്നതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ് അനുവദനീയമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെയാണ് നിഷിദ്ധമാകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചർച്ചയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇവിടെ പൊതുവെ ഇത്തരം ആശയമായി മുന്നോട്ട് വരുമ്പോൾ അതിന് എന്തൊരു ലക്ഷ്യമാണ് അവരെ മുന്നോട്ട് വെച്ചത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഇസ്ലാമികമായിട്ട്
ഏത് രീതിയിലാണ്, എന്തൊരു കൺസെപ്റ്റാണ് ഇതിനെ കുറിച്ചുള്ളത് എന്ന് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. കാസിം അതിനെക്കുറിച്ച് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മതമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഇതിനെ ഏറെ കയറി പരിശോധിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു പ്രശ്നമല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഒരു താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി വേണ്ടി മാത്രം, നമ്മൾ സ്വായത്തമാക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ചില സിസ്റ്റം മാത്രമാണ്. ഇവിടെ വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിക്കാഹ് എന്ന് പറയുന്ന മഹത്തരമായ ഒരു സംവിധാനം, അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ മുഹാഫദത്തുൻ നസ്ലി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തസവ്വജുൽ വലൂദൽ വദൂദ് ഫഇന്നി മുകാസിറു ബിക്കുമുൽ ഉമം. അതായത് അന്ത്യദിനത്തിൽ നിങ്ങളുടെ ഈ എൻ്റെ ഉമ്മത്തിൻ്റെ പെരുപ്പം കാരണമായിട്ട് ഞാൻ പ്രൗഢി നടിക്കുന്ന ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിൽ മഹോന്നതമായി കാണുന്ന ഒരു സംഗതിക്ക് എതിരുള്ള നമ്മുടെ തിരിച്ചിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമതായിട്ട് ഇവിടെ നേരത്തെ ഉദ്ധരിച്ചൊരു ലക്ഷ്യമായി പറഞ്ഞത് ജനസംഖ്യാ വർധനവിൻ്റെ ഒരു കാരണമായിട്ട് നമ്മുടെ വിഭവശോഷണം അല്ലെങ്കിൽ വിഭവങ്ങളുടെ അപര്യാപ്തത വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, വിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ഇസ്രായിലെ 39 ആയത്തിൽ നമുക്ക് കാണാം, ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൊല്ലാൻ പാടില്ല. അതുപോലെ സൂറത്തുൽ ഹൂദിൽ 6 ആയത്തിൽ ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവികളുടെയും അവരുടെ റിസ്ക്, അവരുടെ ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഒരിക്കലും വിശ്വാസിക്ക് അവിടെ ഒരിക്കലും ഒരു അടിസ്ഥാനമില്ല. പിന്നെ രണ്ടാമതായിട്ട് ജനസംഖ്യാ സിദ്ധാന്തങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ, മാൽത്തൂസിയൻ സിദ്ധാന്തമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ കൃത്യമായിട്ട് ഭൗതിക വിചക്ഷണത്തിൽ തന്നെ ചോദ്യം ചെയ്ത സ്ഥിതി നമുക്കറിയാം. ഒരിക്കലും നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നിലനിൽപ്പില്ല. മാത്രമല്ല, ഇനി ഇവിടെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ കുട്ടികളുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുള്ള ഒരു കുടുംബം തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ കുട്ടികളുള്ള, കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൽ കൂടുതൽ സുഖപ്രദമായിട്ടുള്ള ജീവിതശൈലിയും ചുറ്റുപാടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ അനുഭവം തന്നെ. പിന്നീട് ഇനി വരുന്ന വലിയ അപകടങ്ങൾക്ക് ദറൂറത്തിൻ്റെ ഘട്ടത്തിൽ ഇതിനെ അനുവദിക്കുന്ന ഒരു നില മാത്രമാണ് വിശുദ്ധമായ ഇസ്ലാമിന് ഇവിടെ നിലപാടായിട്ട് പറയാനുള്ളത്. ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സമൂഹത്തിൽ ഇതിന് ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഓരോ മെത്തേഡിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഇസ്ലാമിക വശം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് പെർമനന്റ് മെത്തേഡിനെ കുറിച്ച് സുഹൈൽ സംസാരിക്കും. പെർമനന്റ് മെത്തേഡായിട്ട് പൊതുവെ 2 രൂപങ്ങളാണുള്ളത്. ഒന്ന് ട്യൂബൽ ലിജേഷൻ, അഥവാ സ്ത്രീയുടെ ഫിലോപ്പിൻ ട്യൂബ് സർജറി ചെയ്തുകൊണ്ട് വന്ധീകരണം നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുരുഷനിൽ വാസ്കറ്റോമി എന്നുള്ള രീതിയുമാണ്. ഇത് രണ്ടും ഇസ്ലാമിക വീക്ഷണം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടും ഹറാമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വിശുദ്ധമായ ഇസ്ലാമിൽ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിൽ പുരുഷൻ്റെ അവൻ്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി നോമ്പോക്കണം എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതിന് ശർഹ് എഴുതിയപ്പോൾ തൊഹ്ഫയിൽ പറയുകയുണ്ടായി, അങ്ങനെ പൂർണ്ണമായി വികാരം ശമിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ളത്. കൂടാതെ ബഹുമാനപ്പെട്ട ബുജൈരി ഇമാം ഹാഷിയത്തുൽ ബുജൈരിയുടെ 3-ാം വാള്യം 303-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം, കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് വികാരം ശമിപ്പിക്കാൻ പാടില്ല എന്നാണ്. കാരണം അത് കർപ്പൂരം ഉപയോഗിച്ച് ചെറിയ ശ്വാസതമായ കാലമാണ് വികാരം ശമിക്കുക എന്നുള്ളതെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് ചിലപ്പോൾ ദീർഘകാലത്തേക്ക് അദ്ദേഹത്തിന് വികാരം വരാത്ത രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 രീതിയും ഹറാമാണെന്ന് തന്നെയാണ് നമുക്ക് ഷാഫി ഫിഖ്ഹിൻ്റെ മുഅ്തമദായ അഭിപ്രായം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇനി ഇതോടുകൂടെ ചേർത്ത് വെക്കേണ്ട, മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി മുഹമ്മദ് TC സംസാരിക്കും. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേരാതെ ബീജസങ്കലനം ഒഴിവാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഒരുപാട് മെത്തേഡുകൾ ഇന്ന് മഷഹൂറായിട്ടുണ്ട്. ഏറ്റവും പ്രബലമായിട്ട് മഷഹൂറായ മെത്തേഡാണ് കോണ്ടം ഉപയോഗിക്കുക എന്നത്. പുരുഷനും കോണ്ടം ഉപയോഗിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതിൻ്റേതായ രീതിയിലുള്ള കോണ്ടംസുകൾ ഇന്നുണ്ട്. രണ്ടാമത്തേത് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡയഫ്രാം മെത്തേഡ്. അതായത് സ്ത്രീയുടെ യോനിയിലേക്ക് ഒരു പ്രത്യേക ആകൃതിയിലുള്ളൊരു കപ്പ് വെച്ചുകൊണ്ട് അത് ഇറക്കി വെക്കുക എന്നതാണ്. അപ്പം സംയോഗത്തിൽ ഏർപ്പെട്ടതിൻ്റെ ശേഷം ശുക്ലം ആ കപ്പിൽ ശേഖരിക്കുകയും പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്തൊരു മെത്തേഡ് സെർവിക്കൽ
സെർവിക്കൽ ഡയഫ്രാം എന്നൊരു മെത്തേഡുമുണ്ട്. അത് കപ്പിൻ്റെ പോലെ തന്നെ, എന്നാൽ രണ്ടും വ്യത്യാസമുണ്ട്, അതിൻ്റെ സൈസിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇത്തരം മെത്തേഡുകളാണ് ഇവിടെ ബാരിയർ മെത്തേഡുകളായിട്ട് ആധുനിക ലോകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫിഖ്ഹിൻ്റെ കർമ്മ വീക്ഷണം നാം പറയുമ്പോൾ ബീജസങ്കലനത്തെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇന്നുണ്ട്. രണ്ട് ത്വരീഖുകൾ ഇന്ന് ഷാഫി മദ്ഹബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെയും വീക്ഷണമാണ്. അവിടെ ബീജസങ്കലനം ഒഴിവാക്കൽ അനുവദനീയമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തിഹാഫിലെ 5-ാം വാള്യത്തിലെ 379-ാം പേജിൽ ഷാഫി മദ്ഹബിലെ അസ്ല് അത് നിരുപാധികം അനുവദനീയമാണ് എന്നത് തന്നെയാണ്. ഇതിൻ്റെ എതിർ ത്വരീഖിൽ മഹാനായ ഇമാം ഖൽയൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമാണുള്ളത്. അവിടുന്ന് ഹാഷിയത്തുൽ ഖൽയൂബിയിൽ 4-ാം വാള്യത്തിലെ 375-ാം പേജിൽ കറാഹത്താണ് എന്ന് പറയുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിലെ 2-ാം വാള്യത്തിലെ 47-ാം പേജിൽ 4 മദ്ഹബുകളിലെ വീക്ഷണവും പറഞ്ഞതിൻ്റെ ശേഷം മഹാനവറുകൾ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖൽയൂബി ഇമാം അവിടെ കറാഹത്താണ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നല്ലതിന് എതിരാണ് എന്ന അർത്ഥത്തിലുള്ള കറാഹത്താണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സംയോഗത്തിന് മര്യാദയിൽപ്പെട്ടത് അങ്ങനെ ചെയ്യാതിരിക്കലാണ്, അത് മര്യാദയിൽപ്പെട്ടതല്ല എന്നും പറയുന്നുണ്ട്. നമ്മുടെ ഫുഖഹായികളായിട്ടുള്ള ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിലെ 7-ാം വാള്യത്തിലെ 186-ാം പേജിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ നിലപാടിനെയാണ് അവിടുന്ന് പ്രബലമാക്കിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇവിടെ കാരണമുണ്ടെങ്കിലാണ് അനുവദനീയമാകുന്നത്, കാരണമില്ലാതെ ചെയ്യുന്നത് ഏത് അഭിപ്രായത്തിലും കറാഹത്താണ് എന്ന് നമുക്കിവിടെ ജമ്മു ചെയ്ത് പറയാൻ സാധിക്കും. ഇവിടെ ഇനി ചർച്ച ചെയ്യേണ്ട മറ്റൊന്നാണ് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. അഥവാ നമുക്കറിയാം ഹദീസുകളിലൊക്കെ കാണാറുണ്ട്, അസ്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാണാറുണ്ട്. ഈ അസ്ലിൽ അടങ്ങുന്ന മറ്റു മെത്തേഡുകളും നിലവിലുണ്ട്. ഇതേക്കുറിച്ച് സുഹൈൽ നമ്മോട് സംസാരിക്കും. പ്രകൃതിപരമായിട്ടുള്ള മെത്തേഡുകൾ ആധുനിക കാലത്ത് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ 4 രൂപേണ കാണാൻ പറ്റും. ഒന്ന് കലണ്ടർ മെത്തേഡ്, അഥവാ സ്ത്രീയുടെ ആർത്തവകാലം നിശ്ചയിച്ചുകൊണ്ട് ആർത്തവം കഴിഞ്ഞ ഉടനെ ബന്ധപ്പെട്ടാൽ അവിടെ അണ്ടത്തിൽ ബീജം ചേരില്ല എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അതനുസരിച്ച് ആ സമയം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് ആ സമയം മാത്രം ബന്ധപ്പെടുന്ന രീതിയാണ്. മറ്റൊരു രീതി എന്നുള്ളത് ബേഷ്യൽ ബോഡി ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അഥവാ സ്ത്രീയുടെ ടെമ്പറേച്ചർ ഒരു നിശ്ചിത അളവിലെത്തിയാൽ പിന്നെ ബന്ധപ്പെട്ടാൽ അവിടെ അണ്ടത്തിൽ ചേരില്ല എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ആ സമയം നോക്കിക്കൊണ്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ രൂപമാണ് സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് എന്നുള്ളത്. അത് സ്ത്രീയുടെ യൂനത്തിൽ വരുന്ന സ്രവത്തിൻ്റെ തോതനുസരിച്ച് ആ സമയം നോക്കിക്കൊണ്ടുള്ള രീതിയാണ്. ഇത് മൂന്നും നമുക്ക് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഫിഖ് അനുസരിച്ച് അനുവദനീയമല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഫിഖ് അനുസരിച്ചുകൊണ്ട് ആർത്തവമല്ലാത്ത ഏത് സമയത്തും സ്ത്രീയുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. 4-ാമത്തെ രീതിയാണ് അസ്ലി എന്ന് പറയുന്നത്. വിശുദ്ധമായ ഇസ്ലാമിൽ കൃത്യമായി ഇമാമിങ്ങൾ ആ അസ്ലിൻ്റെ നിയമങ്ങൾ പറഞ്ഞു വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹുവിൻ്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയുടെ 9-ാം വാള്യം 308-ാമത്തെ പേജിൽ അവിടെ നിന്ന് വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ സ്ത്രീയുടെ അനുവദനമില്ലാതെ അസ്ല് നടത്താൻ പറ്റുമോ എന്നുള്ളതിൽ ഇമാമിങ്ങൾക്ക് 2 അഭിപ്രായമാണ് എന്ന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമും ഒരു കൂട്ടം പണ്ഡിതന്മാരും അനുവദനീയമാണെന്ന് പറയുമ്പോൾ മറ്റു മുഅ്തമദായ അഭിപ്രായം സ്ത്രീയുടെ അനുവാദം ഇല്ലെങ്കിൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം സ്ത്രീയുടെ ആസ്വാദനത്തിന് വിലങ്ങേർപ്പിക്കുന്ന ഒരു രീതിയാണ് അതെന്നാണ് ബഹുമാനപ്പെട്ടവർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് അഥവാ സ്ത്രീയുടെ അനുവാദം ഇല്ലെങ്കിൽ, സ്ത്രീയുടെ അനുവാദം ഉണ്ടെങ്കിൽ അവിടെയും 2 അഭിപ്രായമുണ്ട്. അവിടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് മുഅ്തമദ് അവിടെ അനുവദനീയമാണ് എന്നുള്ളതാണ്. എന്നാലും ഇസ്ലാമിൽ ഇത് പ്രോത്സാഹനമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖദറിനെയും മേൽ ഇവൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയും ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇത് സ്ത്രീയുടെ ഗർഭധാരണം നിരോധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വിരോധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അനുവദനീയമാണെന്ന് പറയുന്നു. വഹാന്മാർ അത് വിശദീകരിച്ചു. ഈ അനുവദനീയമാണെന്ന് പറഞ്ഞത് തന്നെ ഹറാമിന്റെ വിപരീതമുള്ള അനുവദനീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കറാഹത്തും കൂടി ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് ഹോർമോൺ മെത്തേഡ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ശരീരത്തിലേക്ക് ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഗർഭനിരോധന മാർഗങ്ങളെ
സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഹോർമോൺ മെത്തേഡുകൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിന്ന് വളരെ രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫിഖ്ഹി വശം മുഹമ്മദ് DC സംസാരിക്കും. ഹോർമോണൽ മെത്തേഡ്സ്, ഈ ഈസ്ട്രജൻ, പ്രൊജസ്റ്റിൻ തുടങ്ങിയ ഹോർമോണുകൾ സ്ത്രീയുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഒരു മാർഗമാണ്. ഒരുപാട് രീതിയിൽ അത് കടത്തിവിടാൻ സാധിക്കും. ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് അത് ഉപയോഗിക്കുന്നത് ഈ ടോണിക്കുകൾ ഉപയോഗിച്ച്, പിൽസുകൾ നമ്മൾ കഴിച്ചുകൊണ്ട് അത് സ്റ്റൊമക്കിലെത്തിയാൽ അവിടെ ഒരുപാട് ഗർഭനിരോധനത്തിൻ്റെ പ്രക്രിയകൾ ആരംഭിക്കും. വേറൊരു മെത്തേഡ്സ് ഉണ്ട്, അത് പാച്ച്, ഈ ഇടത്തെ ഷോൾഡറിൽ ഒരു പാച്ച് ഫിക്സ് ചെയ്യുക. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്താൽ അത് മുഖേന ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഹോർമോൺ കടക്കുകയും ആ ഹോർമോണ് ശരീരത്തിൽ ഇത്തരം ഗർഭനിരോധനത്തിലേക്കുള്ള പ്രക്രിയകൾ നടത്തുകയും ചെയ്യും. പിന്നെ യോനിയിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിങ്ങുകൾ ഉണ്ട്. ഇംപ്ലാന്റ് എന്നത് പുതിയ ഒരു മെത്തേഡാണ്. അത് ഇടത്തെ ഷോൾഡറിൽ ഒരു കോപ്പർ റോഡ് നമ്മുടെ ഇടത്തെ ഷോൾഡറിലെ ഒരു മാംസം ഒന്ന് തുറന്നിട്ട് അവരുടെ ഉള്ളിലേക്ക് വെക്കുക. ഏകദേശം 3 വർഷക്കാലം അതിനവിടെ നിലനിൽക്കാൻ സാധിക്കുമെന്നും അതും അവിടെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗർഭനിരോധനം സാധ്യമാക്കുകയും ചെയ്യുന്നു. ഇത്തരം മാർഗങ്ങളാണ് ഹോർമോണൽ മെത്തേഡ്സിൽ ഉള്ളത്. ഇതിൻ്റെ ഫിഖ്ഹി വീക്ഷണങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നാം മുമ്പ് പറഞ്ഞു, ഈ ഫിഖിൻ്റെ അസ്ലി എന്നത് അത് താൽക്കാലികമാണെങ്കിൽ കാരണമുണ്ടെങ്കിൽ അനുവദനീയവും കാരണമില്ലെങ്കിൽ അത് കറാഹത്തുമാണ്. അവിടെ തന്നെ സ്വന്തം ശരീരത്തിന്, സ്ത്രീയുടെ ആരോഗ്യത്തിനും മറ്റും കോട്ടം വരുത്തുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹറാമാണ് എന്ന് മഹാന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഹോർമോണുകൾ കടത്തിവിടുമ്പം അത് ശരീരത്തിന് എത്രത്തോളം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നത് തീർച്ചയായിട്ടും നാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നിലവിലുള്ള പഠനങ്ങൾ തന്നെ എടുക്കുമ്പം അതിൽ ഒരുപാട് ആളുകൾ സ്ത്രീയുടെ ആരോഗ്യത്തിന് കോട്ടം തെറ്റുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ ഓരോന്നും അത് ഹലാലാണോ ഹറാമാണോ എന്ന് നിർവചിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത ഡോക്ടർമാരുടെയും വലിയ റിസർച്ചേഴ്സുകളുടെയും ഗവേഷണങ്ങൾ പരിധി കൊണ്ട് തീർച്ചപ്പെടുത്താനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹറാമാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാം. ഇപ്പം നമ്മൾ 4 മെത്തേഡുകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ കർമ്മശാസ്ത്ര വിധികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ 4 മെത്തേഡുകളും പറഞ്ഞു വരുമ്പോൾ അത് ഗർഭാശയത്തിലേക്ക് ബീജവും അണ്ടവും ചേർന്ന് സിക്താണ്ഡമായിക്കൊണ്ട് ഗർഭാശയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്വീകരിക്കുന്ന ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചാണ്. ഇനി ഈ ഗർഭപാത്രത്തിലേക്ക് എത്തിയതിന് ശേഷം ഉപയോഗിക്കുന്ന ഗർഭനിരോധന മാർഗമാണ് അബോർഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. കാസിം അതിനെ കുറിച്ച് സംസാരിക്കും. അബോർഷൻ എന്ന് പറയുന്ന ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇജ്ഹാദ് അല്ലെങ്കിൽ ജഹലത്ത് എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു താരിഫ് ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുവ ഇൻസാലുൽ ജനീനി ബഅദ അൻ യസ്തക്മില ഖബ്ല അൻ യസ്തക്മില മുദ്ദത്തുൽ ഹംല്. വ്യക്തമാക്കി പറഞ്ഞാൽ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് ബീജം അണ്ടവുമായിട്ട് കൂടി കലർന്ന ശേഷം പ്രസവത്തിന് മുമ്പായിട്ട് ഏതൊരവസരത്തിൽ ഇതിനെ നശിപ്പിച്ചാലും ഈ ഒരു അബോർഷൻ എന്ന് പറയുന്ന ഈ ഗണത്തിൽപ്പെടും. ഇവിടെ ഫിഖിന്റെ നിലപാട് നമ്മൾ 2 രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ ഒരു റൂഹ് ഊതുന്ന കാലഘട്ടം കഴിഞ്ഞ ശേഷം അതിന് മുമ്പ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ റൂഹ് ഊതിയ ശേഷം, നഫ്ഖ് റൂഹിന് ശേഷം അവിടെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലം യഖ്തലിഫുൽ ഉലമാഉ അന്ന നഫ്ഖ റൂഹി ഫീഹി യകൂനു ബഅദ 120 യൗമൻ. 120 ദിവസം, അതായത് 4 മാസത്തിന് ശേഷമാണ് റൂഹ് ഊതുന്നത്. അതിനുശേഷം അവിടെ വരുന്ന ഈ ഒരു അബോർഷൻ തീർച്ചയായിട്ടും ഹറാമാണെന്ന എന്നതിൽ ഇത്തിഫാഖാണ്. ഇവിടെ നിഹായുടെ ഭാരത്ത് ഇങ്ങനെയാണ്, റാജിഹു തഹ്രീമുഹു ബഅദ നഫ്ഖി റൂഹി മുത്ലഖൻ. ഇനി നഫ്ഖ് റൂഹിന് മുമ്പായിട്ട് നടക്കുന്ന ഈ ഒരു വിഷയത്തിൽ അവിടെ ഫുഖാക്കൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇഖ്തലഫു ഫി തസബ്ബുബി ലിഇസ്ഖാതി മാ ലം യസിൽ ലിഹദ്ദി നഫ്ഖി റൂഹി ഫീഹി. ഇവിടെ ഖിലാഫുണ്ട്. ഇവിടെ അബൂ ഇസ്ഹാഖിൽ മർവസി ഇമാമിൻ്റെയൊക്കെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് അത് പറ്റുമെന്നും, ഗസാലി ഇമാമിൻ്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം തുഹ്ഫയിൽ ഇങ്ങനെയാണ് പറയുന്നത്, വല്ലദി യത്തജിഹു വിഫാഖൽ ഇബ്നി അമ്മാദ് വഗൈരിഹി അൽ ഹിർമത്തും. ഇവിടെ മുത്തജിയായ വജിയുള്ള അഭിപ്രായം അവിടെ ഹറാമാണ്, ഈ നഫ്ഖ് റൂഹിന് മുമ്പാണെങ്കിലും ഹറാമാണ് എന്ന് തുഹ്ഫയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ചർച്ചയെ എങ്ങനെ സംഗ്രഹിക്കാൻ തോന്നുന്നു? അഥവാ ഇപ്പോൾ ഭൗതികമായിട്ട് ഇതിൻ്റെ വശങ്ങളും ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ
സമൂഹത്തിന് അവതരിപ്പിക്കുകയും അതിനെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വേശ്യാവൃത്തിക്ക് വേണ്ടി ഇതിന് സുരക്ഷിതമായൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ നിലപാടത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അത് മനുഷ്യനോട് ഇടങ്ങിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിധികളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയും. കാരണം ഒരു സ്ത്രീക്ക് അവരുടെ ഡോക്ടർ നിർദ്ദേശിച്ചാൽ എന്തിനും മരണം പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടായി ദറൂറത്തിന്റെ ഘട്ടങ്ങളിൽ ഇത്തരം ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അല്ലാത്ത സമയത്ത് ഒരിക്കലും ഇതിനെ അനുമതി നിഷിദ്ധമായിട്ടാണ് ഇസ്ലാം ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഏറ്റവും അടയാളപ്പെടുത്തി പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വ ഇയ്യാകും. എന്തിനാണ് നിങ്ങൾ കുട്ടികളെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലേണ്ടതില്ലല്ലോ, മറിച്ച് നിങ്ങൾക്കും അവർക്കും എല്ലാം ഭക്ഷണം നൽകുന്നത് നമ്മളാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നത് കാണാം. അതിലൂടെ വ്യക്തമാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടെന്ന രീതി നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് അള്ളാന്റെ ഖദ്ർ ഖളാഇനോട് വെല്ലുവിളിക്കുന്ന ഒരു രീതി, ഒരു ഇടം ഇവിടെ വരുന്നുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിക്കാഹിനെ ലക്ഷ്യത്തോട് നീതി പുലർത്താത്ത ഒരു സംവിധാനമായിക്കൊണ്ട് അതിനെ അത് മാറും എന്നുള്ളതും കൂടി ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.